സോ ഹലോ കൂട്ടുകാരെ. നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡ്സിൽ നമ്മൾ കോബ്രയുടെ മംഗൂസിൻ്റെ ഫൈറ്റ് നമ്മൾ അറിഞ്ഞു. കോബ്രയ്ക്ക് 2 തവണ കടി കിട്ടി. കോബ്ര ഓൾമോസ്റ്റ് കോബ്രയുടെ കാര്യം തീരുമാനമായി വരെയെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത നമുക്ക് ഈ എപ്പിസോഡിൽ നോക്കാം എന്താ സംഭവിക്കുന്നത്, ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ബാക്കി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ നമുക്ക് നോക്കാം. ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്രയുടെ ശക്തി ഇങ്ങനെ വീക്കായി വരെ എനർജി മൊത്തം പോയിക്കൊണ്ടിരിക്കുക. 2 തവണ കടി കിട്ടി കഴിഞ്ഞു, റൈറ്റ്? വീക്കായി വരുക. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. മംഗൂസിന് ഒരു പേടിയും ഇല്ലാതെ ഡയറക്റ്റ് കോബ്രയുടെ അടുത്ത് പോവുക. എന്തിനു പേടിക്കണം? കാരണം മംഗൂസ് വിന്നറാണെന്ന് മംഗൂസിനും അറിയാം, നമുക്കും അറിയാം. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ് റേസ്ഡ് ഹിംസെൽഫ് ഓൺ ദ ഷോർട്ട് ലെഗ്സ്. ആ കുഞ്ഞു ലെഗ്സിൽ മംഗൂസിനെ ഉയർത്തി എണ്ണയിപ്പിച്ചു. And with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. So എന്താ മനസ്സിലാക്കിയത്? മംഗൂസിൻ്റെ കുഞ്ഞു കാലിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഫിയർലെസ്ലി കോബ്രയുടെ അടുത്ത് നല്ല സ്റ്റൈലിൽ പോയിട്ട് എന്ത് ചെയ്തു? കോബ്രയുടെ സ്നൗട്ടും പിടിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്തു? ദ കോബ്ര റൈറ്റ്. കോബ്ര മൊത്തത്തോട് എന്ത് ചെയ്യുക? പൊളയുക. കാരണം ഇനി ഓപ്ഷൻ ഒന്നുമില്ല, ഇനി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പൊളയുക, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഫ്രൈറ്റനിങ് മാനറിൽ എന്താ ചെയ്യേണ്ടതെന്ന് കോബ്രയ്ക്ക് മനസ്സിലാവുന്നില്ല. ആ പേടി കൊണ്ട് മംഗൂസിനെ ഫുള്ളും അങ്ങ് കോയിൽ ചെയ്തു, റൈറ്റ്? ഫുള്ളും അങ്ങ് ചുറ്റി നമ്മുടെ കോബ്ര, റൈറ്റ്? അൺടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. സീസ്ഡ് എന്ന് വെച്ചാൽ എന്താ? സീസ്ഡ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. സീസ്ഡ് എന്ന് വെച്ചാൽ ടു സ്റ്റോപ്പ്. സോ നമ്മുടെ കോബ്ര സത്യത്തിൽ പ്രതിരോധമാണെന്ന് ചോദിച്ചാൽ അറ്റാക്ക് ആണെന്ന് ചോദിച്ചാൽ അല്ല, വേറെ ഓപ്ഷൻ ഇല്ല, റൈറ്റ്? കോബ്രയ്ക്ക് മനസ്സിലായി പണി തീർന്നെന്നുള്ളത്. അപ്പോൾ കോബ്ര സത്യത്തിൽ ആ വെപ്രാളം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുക. ആൻഡ് മംഗൂസ് പിടിച്ചോണ്ടിരുന്നു. ആ കോബ്രയുടെ സ്ട്രഗിൾ നിർത്തുന്നട വരെ നമ്മുടെ മംഗൂസ് ഇങ്ങനെ സ്നൗട്ടി പിടിച്ച് ഇരിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. അവിടെ ഗ്രൗണ്ടിൽ ഇരിക്കുമായിരുന്നല്ലോ, കാക്ടസിൽ ഇരിക്കുമായിരുന്നല്ലോ. പതുക്കെ മെല്ലെ താഴോട്ട് ചാടി, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulations flew away. So already മൈനയ്ക്ക് നമ്മുടെ കാക്കയുടെ കഥ കണ്ടായിരുന്നു. സോ മൈന നമ്മുടെ മംഗൂസ് കോബ്രനെ ഇങ്ങനെ ബുഷസിലോട്ട് പിടിച്ചു കൊണ്ടുപോയപ്പോഴത്തേക്ക് മൈന നൈസിന് പതുക്കെ ഇങ്ങനെ ഇറങ്ങി ഒന്ന് ചാടി ബുഷസിൻ്റെ അകത്തൂടെ ഇങ്ങനെ നോക്കി, ആ ചത്തല്ലോ അല്ലേ, പോയല്ലോ അല്ലേ, എന്നിട്ട് ഒരു ചെറിയ സന്തോഷത്തോടെ നമ്മുടെ മംഗൂസിൻ്റെ അടുത്ത് കാണിച്ചിട്ട് അവിടെ നിന്ന് പറന്നു പോയി നമ്മുടെ മൈന. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. So ഞാനും പതുക്കെ അവിടെ നിന്ന് കെയർഫുള്ളി താഴെയൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോയി ഗ്രാൻഡ് അടുത്ത് ഞാൻ ഈ കഥയെല്ലാം, എന്ന് വെച്ചാൽ നമ്മുടെ കഥയെല്ലാം, നമ്മുടെ ഓഥർ കണ്ട കാര്യങ്ങളെല്ലാം ഗ്രാൻഡ് അടുത്ത് പറഞ്ഞു. He was pleased that the mongoose had won. നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര സന്തോഷം, ജയിച്ചത് നമ്മുടെ മംഗൂസ് തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. He had encouraged it to live in the garden. സത്യത്തിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഈ മംഗൂസ് ഗാർഡനിൽ ജീവിച്ചോട്ടെ, കഴിഞ്ഞോട്ടെ, ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് എൻകറേജ് ചെയ്തിട്ടുണ്ട്. ടു കീപ്പ് അവേ ദ സ്നേക്സ്. ഉറപ്പായിട്ടും എന്തുകൊണ്ടായിരിക്കും എൻകറേജ് ചെയ്ത്? കാരണം മംഗൂസ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കോബ്രയോ സ്നേക്സോ ആരും നമ്മുടെ ഗാർഡനിലോട്ടോ വീട്ടിലോട്ട് വരത്തില്ല. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. എന്നിട്ട് ഈ മംഗൂസിനെ എങ്ങനെ എൻകറേജ് ചെയ്ത്? കിച്ചണിൽ നിന്നുള്ള സ്ക്രാപ്സ്, എന്തെങ്കിലും വേസ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ സ്ക്രാപ്സും വെച്ചിട്ട് ഈ മംഗൂസിനെ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദർ. നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഹി ഹാഡ് നെവർ ട്രൈ ടേമിങ് ഇറ്റ്. നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഈ മംഗൂസിനെ ഒരിക്കലും മെരുക്കാൻ ശ്രമിച്ചിട്ടില്ല. Because wild mongoose was more useful than a domesticated ones. എന്തുകൊണ്ടാണ് ടൈം ചെയ്യാങ്ങ? ഒരിക്കലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പോവാങ്ങ എന്താ? കാരണം ഗ്രാൻഡ് ഫാദറിന് അറിയാം ദാറ്റ് ഈ മെരുക്കുന്നതിനേക്കാളും നല്ലത് ഈ ഡൊമസ്റ്റിക്കേറ്റഡ് വണ്ണിനെ, വീട്ടിലുള്ള മംഗൂസിനെ ടൈം ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഈ മംഗൂസ് വൈൽഡായിട്ടുള്ള മംഗൂസ് തന്നെയാണ് ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മംഗൂസിനേക്കാളും നല്ലതെന്ന് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് അറിയാം. ഓക്കെ, ബാക്കി നോക്കാം. From the banyan tree, I often saw the mongoose patrolling the 4 corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. So, ഈ നമ്മുടെ ഓഥർ ബാനിയൻ ട്രീന്ന് കാണാറുണ്ടായിരുന്നു നമ്മുടെ ഈ മംഗൂസ് പെട്രോളിങ്, നമ്മുടെ ഇങ്ങനെ സെർച്ച് ചെയ്യുക, ചെക്ക് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ വാച്ച്ഫുൾ ആയിട്ട് ഇരിക്കുക, അതാണ് പെട്രോളിങ്. സോ മംഗൂസ് ഇങ്ങനെ ഗാർഡനിൻ്റെ 4 കോർണറും ഇങ്ങനെ
പെട്രോളിങ് ചെയ്യുക, ഒരു വാച്ച്ഫുൾ ആയിട്ട് ഇരിക്കുക, ഒബ്സർവ് ചെയ്യുക എന്ന് നമ്മുടെ ഓഥർ കണ്ടിട്ടുണ്ടായിരുന്നു ബാനിയൻ ട്രീയുടെ മുകളിൽ ഇരുന്നുകൊണ്ട്. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് എൻ എഗ് ഇൻ ഹിസ് മൗത്ത്. സോ ഒരു തവണ നമ്മുടെ ഓഥർ നമ്മുടെ മംഗൂസിൻ്റെ വായിക്കകത്ത് എന്ത് കണ്ടു? മുട്ട കണ്ടു. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. അപ്പം ഓഥറിന് മനസ്സിലായി ഉറപ്പായിട്ടും ഈ മംഗൂസ് പോൾട്രി ഫാമിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മംഗൂസിൻ്റെ വായിൽ മുട്ട എങ്ങനെ വരാനാണ്. ബട്ട് ഹി ഹാഡൻറ്റ് ഹാം ദ ബേർഡ്സ്. പക്ഷേ ഇതറിയായിരുന്നു, മംഗൂസ് മുട്ട എടുത്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ പക്ഷികളെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഓഥറിന് അറിയാമായിരുന്നു. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫൊർഗിവ് ഹിം. ആൻഡ് ഓഥറിന് അറിയായിരുന്നു ദാറ്റ് ഇങ്ങനെ ചെയ്യുന്നതിന്, മുട്ട എടുത്തതിന് ഉറപ്പായിട്ടും ഗ്രാൻഡ് മദർ ക്ഷമിച്ചിരിക്കും. കാരണം എന്താ? ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. നോക്കിക്കേ, പക്ഷികളെ ഉപദ്രവിക്കുന്നുമില്ല, മുട്ട എടുത്തുള്ളൂ. അതേപോലെ മംഗൂസ് കാരണം വേറെ ശല്യങ്ങളൊന്നും നമുക്ക് വീട്ടിൽ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മുട്ട കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉറപ്പായിട്ടും ഗ്രാൻഡ് മദർ മംഗൂസിനെ ക്ഷമിക്കുമെന്നും ഓഥറിന് അറിയാം. ഓക്കെ. The banyan tree was also setting for what we were to call the strange case of the grey squirrel and the white rat. So banyan tree നിന്ന് ഈ ഒരു കഥ മാത്രമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, banyan tree വേറൊരു കഥയ്ക്കും കൂടെ സാക്ഷിയാവുകയാണ്. എന്താണ് ആ കഥ എന്ന് നമുക്കിനി നോക്കാം. So the banyan tree was also setting for what we were to call the strange case of the grey squirrel and the white rat. അപ്പോൾ ഒരു grey squirrelൻ്റെയും വൈറ്റ് റാറ്റിൻ്റെയും കൂടെ കഥയാണ് നമ്മുടെ ബാനിയൻ ട്രീനി എന്താവാൻ പോകുന്നത്? സാക്ഷിയാവാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. വെള്ള എലി നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെയാണ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. സോ ഗ്രാൻഡ് ഫാദർ ബസാറിൽ നിന്ന് 4 അണയ്ക്ക് ഈ വൈറ്റ് കളറിലെ എലിനെ മേടിച്ചതാണ്. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. അപ്പം ഞാൻ മിക്കവാറും ആ വൈറ്റ് കളറിലെ എലീനെ ബാനിയൻ ട്രീയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ബാനിയൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്റ്റക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്. അപ്പം ഈ ബാനിയൻ ട്രീയിൽ ഈ വെള്ള എലി പെട്ടെന്ന് തന്നെ അവിടെയുള്ള അണ്ണന്മാരായിട്ട് ഒരു അണ്ണനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി, നല്ല കമ്പനിയായി. They would go off together on little excursions among the branches. എന്നിട്ട് എന്ത് ചെയ്യും? ഈ നമ്മുടെ വൈറ്റ് എലിയും ആ സ്ക്വയറൽസിലുള്ള ഒരു സ്ക്വയറലും ഇവർ രണ്ടുപേരും കമ്പനിയായിട്ട് എന്ത് ചെയ്തു? ചെറിയ ചെറിയ എക്സ്കർഷൻസിൽ ഇവർ ബാനിയൻ ട്രീയിൽ ചെറിയ ചെറിയ പിക്നിക്കിനും ചെറിയ ടൂറിനും ഇവർ രണ്ടുപേരും കൂടെ പോകാറുണ്ടായിരുന്നു. Then the squirrel started building a nest. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ സ്ക്വയറൽ ചെറിയ നെസ്റ്റ് പണിയാൻ തുടങ്ങി സ്ക്വയറലിന് വേണ്ടിയിട്ട്. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass fillings out. So ഈ നമ്മുടെ സ്ക്വയറൽ നമ്മുടെ ബാനിയൻ ട്രീയിൽ നെസ്റ്റ് പണിയാൻ നോക്കി. പക്ഷെ അതിന് മുമ്പുള്ള സംഭവം എന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഓഥറുടെ പോക്കറ്റിലാണ് അത് നെസ്റ്റ് പണിയാൻ നോക്കിയത്. അത് ഓഥറിന് എങ്ങനെ മനസ്സിലായി? വീട്ടിൽ പോയി ചേഞ്ച് ചെയ്യാൻ നേരത്താണ് മനസ്സിലാവുന്നത് ആ പോക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ്, നെസ്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ സാമഗ്രികളും നമ്മുടെ ഓഥറുടെ പോക്കറ്റിലുണ്ടെന്നുള്ളത് ഓഥറിന് മനസ്സിലായി. So then one day grandmother's knitting was missing. Knitting എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ തണുപ്പ് കാലത്ത് വൂളൻ ക്ലോത്ത്സ് ഒക്കെ അതിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീഡിങ് ടൂളുണ്ട്. ഓക്കെ, സ്റ്റീലിൻ്റെ ഒരു നിറ്റ് ചെയ്യുന്ന ഒരു ടൂളുണ്ട്. ആ ടൂളും പിന്നെ വൂളൻ ക്ലോത്ത്സും, വൂളനിൻ്റെ ഒരു ഫുൾ ബഞ്ച് ഓഫ് പല പല കളറിൽ കിട്ടും. സോ ആ വൂളനിൻ്റെ ത്രെഡും ആ നിറ്റിങ് മിസ്സിങ് ആയിരുന്നു, വീട്ടിൽ നിന്ന് കാണാനില്ലെന്ന് മനസ്സിലായി. എന്താ സംഭവിച്ചത്? So grandmother's knitting was missing. We hunted for it everywhere but without success. എല്ലായിടത്തും നോക്കി ഒരു പ്രയോജനവും ഇല്ല. Next day I saw something glinting in the hole in the banyan tree. So അടുത്ത ദിവസം നോക്കിയപ്പോൾ banyan ട്രീയിൽ എന്തോ ഇങ്ങനെ മിനുങ്ങുന്നു. എന്തായിരുന്നു അത്? Going up to investigate, I saw that it was the end of the grandmother's steel knitting needle. അതിനെ ഞാൻ അന്വേഷിക്കാൻ പോയപ്പോൾ, നമ്മുടെ ഓഥർ അത് അന്വേഷിക്കാൻ പോയപ്പോൾ എന്താ കണ്ടത്? നമ്മുടെ ഗ്രാൻഡ് മദറുടെ കാണാതായ സ്റ്റീൽ നിറ്റിംഗ് നീഡലാണ് അവിടെ ഇങ്ങനെ മിനുങ്ങിക്കൊണ്ടിരുന്നത്. On looking further, I discovered that the hole was crammed. അടുത്ത വാക്കുതാ, crammed എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിരിക്കുക. ഇനി അതിനകത്ത് സ്ഥലമൊന്നുമില്ല, അതാണ് ക്രാം ചെയ്ത് വെക്കാൻ അർത്ഥം. സോ ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. അപ്പം ഞാൻ നമ്മുടെ ഓഥർ അങ്ങോട്ട് അന്വേഷിക്കാൻ പോയപ്പോൾ എന്താ കണ്ടത്? ഈ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ കാണാതായ നിറ്റിംഗ് വെച്ച് ആ ഹോൾ മൊത്തം, ബാനിയൻ ട്രീയുടെ ഒരു ഹോള് മൊത്തം ക്രാം ചെയ്ത് വെച്ചേക്കുക, സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുക. And amongst the wool were 3 baby squirrels, all of them white. എന്നിട്ട് ആ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന വൂളിൻ്റെ ഇടയ്ക്ക് എന്തിരിക്കുക? 3 ബേബി സ്ക്വിറൽസ്.
പക്ഷെ എല്ലാം വൈറ്റ്. ഗ്രേ സ്ക്വയറൽസ് അല്ല, എല്ലാം വൈറ്റ് സ്ക്വയറൽസ്. സോ 3 ബേബി സ്ക്വയറൽസ് ഉണ്ട്, പക്ഷെ എല്ലാം വൈറ്റ് കളർ. സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് സ്ക്വയറൽ വൈറ്റ് കളറിൽ? നമ്മുടെ സ്ക്വയറൽ ഗ്രേ കളർ അല്ലായിരുന്നു, പിന്നെ എങ്ങനെ വൈറ്റ് വന്നു? അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഗ്രാൻഡ് ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വയറൽസ് ബിഫോർ. മുത്തച്ഛൻ ഇതിനു മുമ്പ് ഒരിക്കലും വൈറ്റ് സ്ക്വയറൽസ് കണ്ടിട്ടില്ല, ഗ്രേ സ്ക്വയറൽസേ കണ്ടിട്ടുള്ളൂ. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. എന്നിട്ട് നമ്മളിങ്ങനെ വണ്ടർ അടിച്ചിരിക്കും, ഇതെന്താ വൈറ്റ് സ്ക്വയറൽസ്? ഗ്രേ ആയിട്ടുള്ള സ്ക്വയറൽസ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇതെന്താ വൈറ്റ് സ്ക്വയറൽസ്? വി വർ പസൾഡ്. ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക, എന്താ സംഭവം? We were puzzled for some time, but when I mentioned the white rat's frequent visit to the tree, grandfather told me that the rat must be the father. So എല്ലാവരും ഇങ്ങനെ വണ്ടർ അടിച്ച് പസൽ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഓഥർ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഈ വൈറ്റ് റാറ്റ് അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ഒക്കെ നടത്താറുണ്ടായിരുന്നു, ഇവരിങ്ങനെ എക്സ്കർഷനൊക്കെ പോകാറുണ്ടായിരുന്നു, കറങ്ങാൻ പോകാറുണ്ടായിരുന്നു. അപ്പം ഗ്രാൻഡ് ഫാദർ പറയാം, വെറുതെ അല്ല, അപ്പം നമ്മുടെ ഈ വൈറ്റ് സ്ക്വയറൽ ആവാനുള്ള കാരണം എന്താ? ഇതിൻ്റെ ഫാദർ നമ്മുടെ വൈറ്റ് റാറ്റ് ആണെന്ന് ഗ്രാൻഡ് ഫാദർ കൺക്ലൂഡ് ചെയ്തു. റാറ്റ്സ് ആൻഡ് സ്ക്വയറൽസ് were related to each other. So റാറ്റ്സും സ്ക്വയറൽസും എവിടെയോ ജനറ്റിക്കലി റിലേറ്റഡ് ആവാം. So he said, and so it was quite possible for them to have offspring, in this case white squirrels. So നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ നിഗമനമാണ് that റാറ്റ്സും സ്ക്വയറൽസും റിലേറ്റഡ് ആണ്, ജനറ്റിക്കലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് പോസിബിൾ ആണ് അവർക്ക് ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നുള്ളത്. ഓഫ് സ്പ്രിങ് എന്ന് വെച്ചാൽ കുട്ടികൾ, അവർക്ക് കുട്ടികളാവാം, അവർക്ക് ഓഫ് സ്പ്രിങ് ആവാം. നമ്മുടെ ഈ കേസിൽ എന്താണ്? വൈറ്റ് സ്ക്വയറൽസ് ആണ്. സോ നമ്മുടെ ബാനിയൻ ട്രീ 2 അടിപൊളി സ്റ്റോറീസിനുള്ള എന്താണ് സെറ്റപ്പാണ് തന്നിരിക്കുന്നത്, റൈറ്റ്? ഒന്ന് നമ്മുടെ കോബ്രയുടെ മൊങ്കൂസിൻ്റെ സ്റ്റോറി. അവിടെ ആരാ നമ്മുടെ സക്സസ്ഫുൾ ഹീറോ? ആരാ അവിടെ? നമ്മുടെ മൊങ്കൂസാണ്. അതേപോലെ നമ്മുടെ റീഡർ കണ്ട രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേ സ്ക്വയറൽസും വൈറ്റ് റാറ്റിൻ്റെ എക്സ്കർഷനെ കുറിച്ച് പറയുന്ന കഥയാണ് നമ്മുടെ ബാനിയൻ ട്രീ പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അഡ്വെഞ്ചേഴ്സിൻ്റെ ബാനിയൻ ട്രീ. സോ ഈ ചാപ്റ്റർ എക്സാമിന് മുമ്പ് ഉറപ്പായിട്ടും റിവൈസ് ചെയ്തിട്ട് പോവുക. കാരണം കോപ്പി പേസ്റ്റ് ആൻസേഴ്സ് ഇപ്പോൾ ആർക്കും വേണ്ട. നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ നന്നായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. Right people? So do watch the video, do stay tuned, stay happy, bye bye.